കേരള ക്രിക്കറ്റ് ലീഗിന്റെ രണ്ടാം സീസൺ വിജയകരമായി അതിന്റെ പര്യവസാനത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഫൈനൽ പോരാണ് KCL. അപ്പോൾ KCA നമുക്ക് മുന്നോട്ട് വെക്കുന്ന മറ്റൊരു സമ്മാനമാണ് വനിതാ ക്രിക്കറ്റ് ലീഗ് എന്ന പുതിയൊരു ആശയം. കേരളത്തിലെ വനിതാ ക്രിക്കറ്റ് താരങ്ങൾക്ക് വലിയ ആവേശം നൽകുന്ന ഒരു പ്രഖ്യാപനം ഇന്നലെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്നു. ക്രിക്കറ്റ് നമ്മുടെ കേരളത്തിലെ പെൺകുട്ടികൾക്ക് എങ്ങനെ ധൈര്യം നൽകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം നമുക്കൊപ്പം ചേരുകയാണ് നാവികസേനയിൽ ലഫ്റ്റനന്റ് കമാൻഡർ ദിൽന മാഡം നമുക്കൊപ്പം ചേരുന്നത് ക്രിക്കറ്റ് താരം എന്നുള്ളതിനേക്കാൾ ഉപരിയായി പായ് വഞ്ചിയിൽ ലോകം ചുറ്റി വന്ന ആദ്യ മലയാളി എന്നുള്ളൊരു അഭിമാനത്തോടു കൂടിയാണ്. കുറച്ചു മാസങ്ങളായി യാത്ര ചെയ്യും. അപ്പം ഞാൻ ഇവിടെ ഈ സ്റ്റേഡിയത്തിൽ എത്തുമ്പോൾ നമ്മൾ സ്വാഭാവിക ക്രിക്കറ്റുമായിട്ട് കണക്ട് ചെയ്തായിട്ടാണ് ചോദിക്കുന്നത്. ക്രിക്കറ്റ് എത്രമാത്രം ഒരു വലിയൊരു പ്രചോദനമായിരുന്നു മുന്നോട്ടുള്ള യാത്രയ്ക്ക്? ഞാൻ കുട്ടിക്കാലത്ത് എൻ്റെ സ്പോർട്സിലെ ഫസ്റ്റ് ഇവന്റ് എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ് ആയിരുന്നു. ചെറിയ പ്രായത്തിലെ ക്രിക്കറ്റിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. സോ എൻ്റെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനോടുള്ള ഇഷ്ടവും പിന്നെ നമ്മളുടെ സ്പോർട്സിനോടുള്ള ഇഷ്ടവും എല്ലാം സ്റ്റാർട്ട് ചെയ്തത് ക്രിക്കറ്റ് എന്നാണ് എനിക്ക് പറയാൻ പറ്റും. അത് ചെന്നെത്തിച്ചത് കേരള അണ്ടർ-19 ടീമിലാണ്. അപ്പോൾ ഒപ്പം കളിച്ച ആൾക്കാർ ഇന്ന് പലരും ഗ്രൗണ്ടിൽ വളരെ സജീവമായിട്ടുണ്ട്, ദേശീയ കുപ്പായത്തിലൊക്കെ ഉണ്ട്. അതെ അണ്ടർ-19 സ്റ്റേറ്റ് ടീം കളിക്കാനുള്ള ഭാഗ്യമുണ്ടായി. അന്ന് കളിച്ച ഒരുപാട് പേര് ഇന്ത്യൻ ടീമിൽ ഇപ്പോൾ കളിക്കുന്നുണ്ട്. ഒന്ന് രണ്ട് പേര് ഇവിടെ ഉണ്ട്. സോ വളരെ സന്തോഷമുണ്ട്. കേരള വുമൻസ് ക്രിക്കറ്റ് ടീമിൽ ഇത്രയും ഒരു ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഭയങ്കര ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ കിട്ടുന്നുണ്ട്. സോ വളരെ സന്തോഷമുണ്ട് അതെല്ലാം കാണാൻ, വിറ്റ്നസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ പുതിയൊരു പ്രഖ്യാപനമാണ് KCAയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്, വനിതാ ക്രിക്കറ്റ് ലീഗ്. അത് നമ്മുടെ കേരളത്തിലെ ക്രിക്കറ്റ് താരങ്ങൾക്ക് വലിയൊരു ആവേശം നൽകുന്നതാണ്. മാഡം എങ്ങനെയാണ് അതിനെ കാണുന്നത്? തീർച്ചയായിട്ടും എല്ലാ സ്റ്റെപ്പ് നമ്മൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ എടുക്കുന്നതും അത് വളരെ ഒരു ഇമ്പാക്റ്റ് വുമൻസ് ക്രിക്കറ്റിന് വേണ്ടി ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്തുള്ള ഫെസിലിറ്റീസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ള ഫെസിലിറ്റീസ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നല്ലൊരു ഗ്രൗണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും ശരി, ഇല്ലെങ്കിൽ കോമ്പിറ്റൻസ് ലെവലാണെങ്കിലും ശരി, ട്രെയിനിങ്, ഒരുപാട് അക്കാഡമീസ് നമ്മൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. സോ ഏതൊരു ചെറിയ സ്റ്റെപ്പാണെങ്കിലും ശരി, അത് വലിയൊരു ഗ്രേറ്റർ ഇമ്പാക്റ്റിന് വേണ്ടി അതിന് ഹെൽപ്പ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പായ് വഞ്ചിയിൽ ഉലകം ചുറ്റുന്ന സമയത്ത് രൂപയും ദില്ല മേഡവും ആയിരുന്നു അല്ലെ? രൂപ മേഡവും ദില്ല മേഡവും ആയിരുന്നു ഉണ്ടായിരുന്നത്. എപ്പോഴെങ്കിലും ഈ കടലിന്റെ നടുക്കടലൊക്കെ വെച്ച് ഓർത്തോ പഴയ ക്രിക്കറ്റ് കാലത്തൊക്കെ കുറിച്ചൊക്കെ? തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഏതൊരു സ്പോർട്ടാണെങ്കിലും അതിന് എൻ്റെ എല്ലാ ഫണ്ടമെന്റൽസും സെയിം ആണ്. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ക്വാളിറ്റീസ്, അതിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ഓരോ ലെസൺസും എല്ലാ സ്പോർട്സിലും ഏകദേശം സെയിം ആണ്. നമ്മൾ എങ്ങനെ നമ്മളെ ലിമിറ്റ്സിനെ പുഷ് ചെയ്യാം, എങ്ങനെ ഓരോ സിറ്റുവേഷനെ ചാലഞ്ച് ചെയ്യാം, എങ്ങനെ നമ്മൾ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അതിനെ പതരാതെ നമുക്ക് നിൽക്കാം എന്നുള്ള എല്ലാം നമുക്ക് എല്ലാ സ്പോർട്ടിലും നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എടുത്ത ഒരു സ്പോർട്ടായിട്ട് ക്രിക്കറ്റിലാണെങ്കിൽ ഞാൻ അത് ചെറിയ പ്രായത്തിൽ പഠിച്ച ഒരുപാട് ക്വാളിറ്റീസ് ഞാൻ വലുതായി വരുന്ന സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൽ ഇങ്ങനെ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റി ചാലഞ്ചസ് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ക്രിക്കറ്റിലാണെങ്കിലും ഇപ്പം ഷൂട്ടിങ്ങിലാണെങ്കിലും ഈ രണ്ട് സ്പോർട്ടും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് ഷൂട്ടിങ്ങിൽ നാഷണൽ ചാമ്പ്യനാണ് കേട്ടോ മാഡം. ദേശീയ തലത്തിൽ മെഡൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എലിസബത്ത് സൂസൻ കോച്ചിയെ പോലുള്ള താരങ്ങൾക്കൊപ്പം തന്നെ ആ കാലഘട്ടത്തിൽ തന്നെ കേരളത്തിനായി മെഡലുകൾ വാരിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ക്രിക്കറ്റിൽ അപ്രതീക്ഷിതമായി നിൽക്കുന്ന സമയത്ത് ഒരു യോർക്കർ പന്തൊക്കെ നേരിടുന്ന പെട്ടെന്നൊരു ധൈര്യം നമുക്ക് വരുമല്ലോ. പെട്ടെന്നൊരു പന്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വരുമ്പോൾ പായ് വഞ്ചിയിൽ ഉലകം നെമോ പോയിന്റ് ഒരു വളരെ ക്രൂഷ്യൽ പോയിന്റ് ആണല്ലോ. അപ്പൊ അത് മറികടക്കാനുള്ള ഒരു സമയമൊക്കെ എങ്ങനെയാണ്? സോ പോയിന്റ് നീമോന്ന് നമ്മൾ ആ ഒരു എക്സാക്ട് കോർഡിനേറ്റ്സിൽ നമുക്ക് പോകാൻ പറ്റുന്ന ഒരു ഭാഗ്യം നമുക്ക് കിട്ടിയത് ഒരുപാട് റിസ്ക് ഏറ്റെടുത്തിട്ടാണ്. കടലിൽ നമ്മൾ പോകുന്ന ആ ഒരു പോയിന്റ് നീമോയിൽ എത്തണം എന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു സ്റ്റോം അതിജീവിച്ചിട്ട് വേണമായിരുന്നു നമുക്ക് അവിടെ എത്തണമെങ്കിൽ. സോ ആ സമയത്ത് ഒരു റിസ്ക് നമ്മൾ എടുക്കണോ വേണ്ടെന്നുള്ളത് ചൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിരുന്നു. സോ നമ്മൾ തീർച്ചയായിട്ടും ഇതുവരെ ആരും അവിടെ പോയിട്ടില്ല. അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഒരു ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. അവിടെ നമുക്ക് ഇന്ത്യൻ ഫ്ലാഗും നമ്മുടെ ഇന്ത്യൻ നേവിന്റെ ഫ്ലാഗും ഉയർത്താൻ പറ്റുന്നുള്ള ഒരു ധൈര്യം നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ചാലഞ്ച് ആക്സെപ്റ്റ് ചെയ്തിട്ടാണ് പോയിന്റ് നിമോയിൽ പോകുന്നത്. പോയിന്റ് നിമോയിൽ എത്തിയതിന് ശേഷം ഫസ്റ്റ് ഇന്ത്യൻസ്, ഫസ്റ്റ് ഏഷ്യൻസ്, ഫസ്റ്റ് ഇൻ ദ വേൾഡ് ഒരു സെയിലിംഗ് വെസലിൽ അവിടെ എത്തുന്ന ഒരു സെയിലിംഗ് ടീമായിട്ട് നമ്മൾ മാറി. എന്തായാലും മുന്നോട്ടുള്ള യാത്രയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും മാത്രമല്ല കേരളത്തിലെ വനിതാ ക്രിക്കറ്റ് ടീം അംഗങ്ങൾക്കും കേരളത്തിലെ പെൺകുട്ടികൾക്കാകെ വലിയ പ്രചോദനമായി നിലകൊള്ളുന്നതിന് വലിയ സന്തോഷം, അഭിമാനം. ഓക്കെ, ലഫ്റ്റനന്റ് കമാൻഡർ
ദിലാണ് നമുക്കൊപ്പം ചേർന്നത്. പറഞ്ഞതുപോലെ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നിന്ന് ലഭിച്ച ആത്മവിശ്വാസം, കരുത്ത് അത് ചോരാതെയുള്ള യാത്രയ്ക്കൊടുവിലാണ് ഉലകം ചുറ്റി പായ്വഞ്ചിയിൽ ലോകം കീഴടക്കി ലഫ്റ്റനന്റ് കമാൻഡർ മടങ്ങിയെത്തിയത്. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ക്രിക്കറ്റ് താരങ്ങൾക്ക് പ്രചോദനമായി മേളമുണ്ടായിരുന്നു. ഷാനു ഞെട്ടിക്കുളത്തിനൊപ്പം മഹേഷ് പോലൂർ, മീഡിയ 1.